എല്ലാവർക്കും നമസ്കാരം. ലഹരി ഉപയോഗം കാരണം ഉണ്ടാകുന്ന മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ലഹരിയിൽ എല്ലാ വിധത്തിലുള്ള ലഹരികളിലും പല ടൈപ്പ് ഓഫ് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കഞ്ചാവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജോയിൻറ്റ്, അതിൽ നമുക്ക് ടെട്രാ ഹൈഡ്രോ കന്നാബിനോൾ THC എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ കെമിക്കലുകൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് എത്തുന്നു. അത് ലിവറിലെത്തുമ്പോൾ ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളും പാങ്ക്രിയാസിലെത്തുമ്പോൾ പാങ്ക്രിയാറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളും ഇതേ രീതിയിൽ തന്നെ തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണ് നമുക്ക് മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ലഹരി കാരണം ഉണ്ടാകുന്ന മാനസിക പ്രത്യാഘാതങ്ങൾ മെയിനായിട്ട് ഒന്നാമത്തെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അഡിക്ഷൻ ആണ്. എന്താണ് അഡിക്ഷൻ? അതിൻ്റെ മെക്കാനിസം എന്താണ്? നമ്മളെല്ലാവരും തലച്ചോറിൽ ഒരു റിവാർഡ് സെൻ്റർ ഉണ്ട്. ആ റിവാർഡ് സെൻ്ററിൻ്റെ പേരാണ് ന്യൂക്ലിയസ് അക്യുംബൻസ്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ബീച്ചിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പഴയ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ അവസരങ്ങളിൽ ഈ ന്യൂക്ലിയസ് അക്യുംബൻസിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന കെമിക്കൽ കൂടുന്നതായി കാണപ്പെടുന്നു. എന്നാൽ ലഹരി ഉപയോഗിക്കുമ്പോഴും ഇതേ സ്ഥലത്ത് തന്നെ ന്യൂക്ലിയസ് അക്യുംബൻസിൽ തന്നെ ഈ ലഹരിയുടെ ഒരു ഇഫ്ലക്സ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമീൻ റിലീസ് എന്ന് പറയുന്നത് 1000-ഉം 10,000-ഉം ഇരട്ടിയായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ബാക്കിയുള്ള വിനോദങ്ങൾക്ക് ഇത്രത്തോളം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണം നമ്മൾ ലഹരിയിലേക്ക് മാത്രം അടിമപ്പെട്ട് ജീവിക്കുകയാണ് പിന്നെ ഉണ്ടാവുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇനി നമുക്കറിയാം, ലഹരി ഉപയോഗിക്കുന്ന പലരും പറയുന്നത് ഞാൻ അഡിക്റ്റ് അല്ല, തമാശയ്ക്ക് തുടങ്ങിയാണ്, ഏത് നിമിഷം ഇനി നിർത്താം. എന്നാൽ എപ്പോഴാണ് ഒരു വ്യക്തി ഒരു ലഹരിക്ക് അടിമപ്പെട്ട് എന്ന് നമ്മൾ പറയുന്നത്? അതിന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD പ്രകാരം 6 ലക്ഷണങ്ങളിൽ 3 ലക്ഷണങ്ങൾ ഒരു വർഷത്തെ കാലയളവിലുണ്ടെങ്കിൽ നമ്മൾ പറയും ആ വ്യക്തി ഡിപ്പെൻഡൻസ് ആയി അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും. അതിൽ ഒന്നാമത്തെയാണ് ടോളറൻസ്. ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അളവ് കൂടുക. ഉദാഹരണത്തിന് തുടക്കത്തിൽ 2 പെക്കടിച്ച വ്യക്തി ഇപ്പോൾ 6-ഉം 7-ഉം പെക്കടിച്ചാലേ ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ കിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് ടോളറൻസ്. രണ്ടാമത്തെയാണ് ക്രേവിങ്, അമിതമായ ആസക്തി. രാവിലെ ഉറക്കം എണീറ്റാലും നമ്മൾ ചിന്തിക്കുന്ന ഇന്ന് വൈകുന്നേരം 2 അടിക്കാമല്ലോ, അല്ലെങ്കിൽ 2 പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഫ്രീ പീരീഡ് ഉണ്ട്, അപ്പോൾ ഒന്ന് വലിക്കാമല്ലോ. ഈ രീതിയിൽ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതാണ് ക്രേവിങ്. മൂന്നാമത്തെയാണ് വിത്ഡ്രോവൽ സിംറ്റംസ്. ലഹരി പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾക്കാണ് വിത്ഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം മദ്യം സ്ഥിരമായി കഴിക്കുന്ന വ്യക്തി പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഓക്കാനം, ഛർദിൽ, കൈവറയിൽ, ഒരു 72 മണിക്കൂറിന് ശേഷം അപസ്മാരം അല്ലെങ്കിൽ സ്ഥലകാലബോധം നഷ്ടപ്പെടുക, ഡെലീരിയം ട്രമൻസ് പോലുള്ള അവസ്ഥകളാണ് വിത്ഡ്രോവൽ സിംറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെയാണ് സാലിയൻസ്, മറ്റ് വിനോദങ്ങൾക്ക് താല്പര്യക്കുറവ്. അതായത് പണ്ട് ഫുട്ബോൾ കളിച്ച ആൾക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒന്നും ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇതിനാണ് സാലിയൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അണേബിൾ ടു കൺട്രോൾ ഡ്രഗ് ടേക്കിംഗ് ബിഹേവിയർ. അതായത് അതിൻ്റെ നിയന്ത്രണമില്ലായ്മ. 2 പെഗ് അടിച്ച് നിർത്താമെന്ന് വിചാരിക്കുന്ന ആൾ 6-ഉം 7-ഉം പെഗിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അരമണിക്കൂർ മദ്യപിക്കാമെന്ന് വിചാരിക്കുന്ന ആൾ ഒരു ദിവസം മുഴുവനും ഇത് മദ്യപിക്കുന്നു. ഇതാണ് 6ാമത്തെ ലക്ഷണം. ഈ 6 ലക്ഷണങ്ങളിൽ 3 ലക്ഷണങ്ങൾ ഒരു വർഷത്തെ കാലയളവിലുണ്ടെങ്കിൽ ശാസ്ത്രീയമായി പറയും നമ്മൾ ആ വ്യക്തിക്ക് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗമാണ് ഉത്കണ്ഠ രോഗം. നമുക്കറിയാം, ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം നാളെ ഒരു എക്സാം ഉണ്ടെങ്കിൽ തലേന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയുള്ളൂ. പക്ഷേ ഇതേ ടെൻഷൻ തന്നെ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കും, പിറ്റേ ദിവസം നമ്മൾ എക്സാം ഹോളിൽ വെച്ച് ബ്ലാങ്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മദ്യപിക്കുകയോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ അതൊരു വിഷ്യസ് സൈക്കിളാണ്. അതിന് ഒരു എൻഡിൽ ഒരു അന്ത്യമില്ല. കാരണം ടെൻഷൻ വരുന്നു, മദ്യം കുടിക്കുന്നു, ടെൻഷൻ കുറയുന്നു, വീണ്ടും മദ്യം കുടിക്കുന്നു, വീണ്ടും ടെൻഷൻ വരുമ്പോൾ വീണ്ടും മദ്യം കുടിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിൽ ആ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിലൊരു അവസാനമില്ല. അതാണ് ഇവിടെ ഒരു വിഷ്യസ് സൈക്കിൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ഈ ഉത്കണ്ഠ രോഗം, ലഹരി ഉപയോഗിച്ചുണ്ടാകുന്ന ഉത്കണ്ഠ രോഗത്തിൽ 2 തരത്തിലുള്ള സിംറ്റംസ് കാണാറുണ്ട്. സൈക്കോളജിക്കൽ സിംറ്റംസും ഓട്ടോണോമിക് സിംറ്റംസും. സൈക്കോളജിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ബേജാറ്, പേടി, ഭയം പോലെ. അതേപോലെ തന്നെ ഓട്ടോണോമിക് സിംറ്റംസ് അല്ല, നമ്മുടെ ഞരമ്പുകൾ, നാഡീവ്യൂഹങ്ങളൊക്കെ സ്റ്റിമുലേറ്റഡ് ആയി ഓട്ടോണോമിക് സിസ്റ്റം സ്റ്റിമുലേഷൻ, അത് കാരണം ഉണ്ടാകുന്ന കൈവറയിൽ, ഓക്കാനം, ഛർദിൽ, തലവേദന, തലചുറ്റും മുതലായ സിംറ്റംസ് കാണാറുണ്ട്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉത്കണ്ഠ രോഗം വളരെ കോമൺ ആയിട്ട് കാണും. മൂന്നാമത്തെ പ്രശ്നമാണ് ഇൻഡ്യൂസ്ഡ് മൂഡ് ഡിസോർഡർ. അത് ഒന്നെങ്കിൽ വിഷാദ രോഗമാവും അല്ലെങ്കിൽ ഉന്മാദ രോഗമാവും. അത് മാറി മാറി വരാം. വിഷാദ രോഗം സർവ്വസാധാരണമാണ്. ലഹരി ഉപയോഗിച്ച് വരുന്ന വിഷാദ രോഗം വളരെ കോമൺ ആണ്. അതിൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിഷമം, സങ്കടം, ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ശ്രദ്ധക്കുറവ്, കോൺഫിഡൻസ് കുറവ്, അതേപോലെ കുറ്റബോധം, അതുപോലെ മരിക്കണം, ആത്മഹത്യക്കുള്ള പ്രവണത. ഈ രീതിയിലുള്ള സിംറ്റംസാണ് നമ്മൾ ഡിപ്രഷനിൽ കാണുന്നത്. എന്നാൽ ഉന്മാദത്തിൽ കാണുന്നത്
കുറച്ച് നാളത്തേക്ക് പെട്ടെന്നുണ്ടാകുന്ന അമിതമായ സംസാരം, അമിതമായിട്ടുള്ള ഭക്തി, പരിചയമില്ലാത്തവരെയൊക്കെ വിളിച്ച് സംസാരിക്കുക, കൂടുതൽ അടുപ്പം പോലെ കാണിക്കുക, വീട്ടിലെ സീക്രറ്റ്സും വീട്ടിലെ രഹസ്യമായിട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വിളിച്ച് പറയുക, വലിയ ആളാണ് അല്ലെങ്കിൽ എനിക്ക് പ്രൈം മിനിസ്റ്ററായിട്ട് ഹോൾഡ് ഉണ്ട്, ഇങ്ങനത്തെ രീതിയിലുള്ള ചിന്തകൾ, വലിയ വലിയ ഐഡിയാസ് തോന്നുക. ചില സമയം ഈ വ്യക്തികൾ അക്രമാസക്തമാവുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് മേനിയ. ഇതേപോലെ വരുന്ന വേറെ രോഗമാണ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, അതായത് ചിത്തഭ്രമം പോലുള്ള രോഗങ്ങൾ. അവിടെ കാണുന്നത് ഡെലൂഷൻസും ഹാലുസിനേഷൻസും ആണ്. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയ രോഗങ്ങൾ, ഭാര്യനെ സംശയം, ഭർത്താവിനെ സംശയം, നമ്മളാരെയും നിയന്ത്രിക്കുന്ന പോലെ സംശയം, ഫോൺ ഹാക്ക് ചെയ്ത പോലത്തെ സംശയ രോഗങ്ങൾ, അതുപോലെ ക്യാമറ വെച്ചെന്നുള്ള സംശയ രോഗങ്ങൾ, ചിപ്പ് വെച്ചെന്നുള്ള സംശയ രോഗങ്ങൾ, ഇതൊക്കെയാണ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് കാണുന്നത്. അതേപോലെ ഹാലുസിനേഷൻസും ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് കാണാം. നമ്മൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാഴ്ചകൾ കാണുക, വിഷ്വൽ ഹാലുസിനേഷൻ, അല്ലെങ്കിൽ സ്മെല്ല് കിട്ടുക, ഓൾഫാക്ടറി ഹാലുസിനേഷൻ മുതലായവ കാണപ്പെടും. അടുത്ത മേജർ പ്രശ്നമാണ് ഇൻസോംനിയ, ഉറക്കക്കുറവ്. 3 തരത്തിൽ ഉറക്കക്കുറവ് വരാം ലഹരി ഉപയോഗിക്കുന്നവർക്ക്. ഒന്ന് ഇനീഷ്യൽ ഇൻസോംനിയ, മിഡിൽ ഇൻസോംനിയ, ടെർമിനൽ ഇൻസോംനിയ. ഇനീഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഉറക്കം കിട്ടാനുള്ള പ്രയാസം. മിഡിൽ ഇൻസോംനിയ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് എഴുന്നേൽക്കുക. ടെർമിനൽ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. ഒരു 6 മണി ഫിക്സ് ചെയ്താൽ 3 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കുക. ഈ രീതിയിലുള്ള ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസിനാണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന 11 തൊട്ട് 6 വരെ ഉറങ്ങാനാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഫ്രഷ്നെസ്സോ എനർജിയോ നമുക്ക് ഫീൽ ആവില്ല. മാത്രമല്ല അത് ശരീരത്തിന് ദോഷവും കൂടിയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവർ രാത്രി ഉറക്കക്കുറവും പകൽ സമയം ഉറങ്ങുന്നതുമായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എ മോട്ടിവേഷൻ സിൻഡ്രോം. അതായത് ഒന്നിനും ഒരു ഉഷാറില്ല, ഒന്നിനും ഒരു താല്പര്യമില്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമില്ല. അപ്പം ഒന്നിനും ഒരു ഉഷാറില്ലായ്മ അല്ല മോട്ടിവേഷൻ ഇല്ലായ്മ, പ്രത്യേകിച്ച് കഞ്ചാവ്, ജോയിൻറ്റ് അത് ഉപയോഗിക്കുന്നവർക്ക് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. എല്ലാവർക്കും ബ്രീഫായിട്ട് ഈ ഒരു ലഹരി ഉപയോഗം കാരണമുള്ള മാനസിക പ്രത്യാഘാതങ്ങൾ ചെറിയ രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.